സുബഹിക്ക് മുമ്പ് യാത്ര പുറപ്പെട്ടപ്പോൾ സുബഹി നിസ്കാരത്തിന് എത്തിച്ചേർന്നത് ഒരു യാഥാസ്ഥിക വിഭാഗം പള്ളിയാണ്. പള്ളിയിൽ കയറിയ അവസരത്തിൽ ഇമാം ഖുനൂത്തിലായിരുന്നു. ഇമാമിനെ ഖുനൂത്ത് തുടരണോ അതോ ഖുനൂത്ത് തീരുന്നതിന് മുമ്പ് ഒരാക്കാത്ത് നിസ്കരിച്ച് ഇമാമിനെ തുടരണോ എന്നാണ് ചോദ്യം. പൊതുവെ ഇന്നമ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി, ഇമാമിനെ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് ഇമാം പിന്തുടരപ്പെടാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഇമാമിനെ പിന്തുടരുകയാണ് മഅ്മൂം ചെയ്യേണ്ടത്. എന്നാൽ ഇവിടെ സുബഹിക്ക് ഉള്ള ഖുനൂത്ത്, ആ ഖുനൂത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ഥിരമായി ചെയ്തു വന്നിരുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കപ്പെടേണ്ട കാര്യമാണ്. നമസ്കാരത്തിൽ ഇല്ലാത്തൊരു കാര്യമാണ്. നമസ്കാരത്തിൽ ഇല്ലാത്ത അത്തരത്തിലൊരു കാര്യം ഇമാം ചെയ്യുമ്പോൾ സ്വാഭാവികമായും അയാളെ ആ ഒരു വിഷയത്തിൽ പിന്തുടരേണ്ട അവസ്ഥ മഅ്മൂമിന് ഇല്ല. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി റഹിമഹുള്ള ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുള്ളക്ക് ഒരു അഭിപ്രായമാണെങ്കിൽ ആ അഭിപ്രായത്തെ ഒന്നുകൂടെ മാറ്റുരച്ചുകൊണ്ടാണ് ഈ വിഷയം ഷെയ്ഖ് സുലൈമാൻ റുഹൈലി പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് അവിടെ ആ വിഷയത്തിൽ ഇമാമിനെ പിന്തുടരേണ്ടതില്ല എന്നാണ്. അപ്പോൾ അതേപോലെ തന്നെ അതിൽ ശ്രദ്ധിക്കേണ്ടത്, അത്തരം പള്ളികളിൽ നമ്മൾ ഓരോ ഇമാം അവരുടെ അക്കീദ എന്ത് എന്ന് ചൂഴ്ന്നറിഞ്ഞ് അന്വേഷിച്ചതിന് ശേഷം പിന്തുടരേണ്ടതില്ല. മുസ്ലിം അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ സ്ഥിരമായി പോകുന്ന പള്ളികളിൽ അത്തരത്തിലുള്ള ആളുകളുണ്ട് എങ്കിൽ അവരുടെ അക്കീദ ഒന്ന് മനസ്സിലാക്കണം. അള്ളാഹു അല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാം, ഖബറിന് മുമ്പിൽ സുജൂദ് ചെയ്യാം. അള്ളാഹു അല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കലാണ്, ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കലാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നല്ലത് എന്നൊക്കെ വിശ്വാസമുള്ള, അതിനുവേണ്ടി വാദിക്കുന്ന ആളുകളാണ് എങ്കിൽ തീർച്ചയായും അത്തരത്തിലുള്ള പള്ളികളിൽ അത്തരത്തിലുള്ള ആളുകൾ പിന്നിൽ നമസ്കാരം ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ അദ്ദേഹം ചെയ്യേണ്ടത് ഖുനൂത്ത് കഴിഞ്ഞതിന് ശേഷം ഇമാമിനെ പിന്തുടരുക എന്നുള്ളതാണ്.